നമസ്കാരം. നമ്മൾ ഇന്ന് റിഡോക്സ് റിയാക്ഷൻസിന്റെ വളരെ ബേസിക്കായ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്നുള്ളതാണ്. അതിൽ ആദ്യത്തത് ക്ലാസിക്കൽ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ക്ലാസിക്കൽ കൺസെപ്റ്റ് മീൻസ് നമ്മുടെ ഓക്സിഡേഷൻ റിഡക്ഷന്റെ വളരെ ബേസിക് ആയ ഒരു ഐഡിയ ആണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ഈ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ആഡ് ചെയ്ത പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ഓക്കെ, ഇനി അവിടെ ഓക്സിജൻ തന്നെ വരണം നിർബന്ധമില്ല. ഓക്സിജനെ പോലെയുള്ള ഇലക്ട്രോ നെഗറ്റീവ് എലിമെന്റുകൾ ഫ്ലൂറിനോ നൈട്രജനോ ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലിമെന്റുകളാണ്. അതുപോലെ റിഡക്ഷനിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു കൺസെപ്റ്റ് അവിടെയുണ്ട്. അവിടെ പറയുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലിമെന്റ്. ഇപ്പൊ ഇവിടെ ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലിമെന്റ് ആണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലിമെന്റുകളാണ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം കൂടെ നമുക്ക് ഇവിടെ പറയാം. അതായത് ഇവിടെ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലിമെന്റ് ആണെങ്കിൽ അവിടെ നമുക്ക് റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലിമെന്റ് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുപോലെ ഇവിടെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഓക്സിഡേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലിമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ അഡീഷൻ ഓഫ് ഓക്സിജൻ വളരെ ബേസിക് ആയി പറയുകയാണെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് ഓക്സിഡേഷൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് റിഡക്ഷൻ. അതിന് കൂടെ നമുക്ക് അതിനോടൊപ്പം ചേർക്കാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതുകൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതാണ് ക്ലാസിക്കൽ കൺസെപ്റ്റ്, ദ ഫസ്റ്റ് കൺസെപ്റ്റ്. ഇനി സെക്കൻഡ് വരുന്നത് ഇലക്ട്രോണിക് കൺസെപ്റ്റ് ആണ്. ഇലക്ട്രോണിക് കൺസെപ്റ്റിൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഏത് സബ്സ്റ്റൻസ് ആണ് ഇലക്ട്രോൺ ലോസ് ചെയ്തത് അവിടെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക? ഓക്സിഡേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ Zn ഇലക്ട്രോൺ ലോസ് ചെയ്തുകൊണ്ട് Zn2+ ആയി മാറുന്നു എന്ന് വിചാരിക്കുക. സോ അത് പറയാൻ പറ്റും സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. അതുപോലെ വേറൊരു റിയാക്ഷനിൽ Cu2+ എന്ത് ചെയ്തു? ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് Cu ആയി മാറി. അപ്പൊ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാണ് ചെയ്തത് അല്ലെ. ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റിഡക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. സോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോണും റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോണും. നമ്മളിങ്ങനെ ഒരു ഷോർട്ട് കട്ട് പറയാറുണ്ട്, ഓയിൽ റിഗ് എന്നുള്ളത്. അതായത് ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ്, ദാറ്റ് ഈസ് എ തേർഡ് കൺസെപ്റ്റ്. അപ്പൊ അവിടെ പറയുന്നത് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് ഓക്സിഡേഷൻ ആണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഒരു എലമെന്റ് പ്യുവർ സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ Zന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നത് Zn2+ ആയി മാറി അല്ലെ. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ വിളിക്കാം. അതുപോലെ ഇവിടെ നോക്കൂ, ഇവിടെ Cu2+ ഉണ്ടായിരുന്നതാണ് Cu ആയി മാറി എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പൊ എന്താ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ആണ് ചെയ്തത്. ഡിക്രീസ് ആണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റിഡക്ഷൻ വിളിക്കാം. സോ ഡിക്രീസ് നമുക്ക് വേണമെങ്കിൽ റിഡ്യൂസ് ചെയ്യാന്ന് പറയാലോ. അപ്പൊ റിഡക്ഷൻ റിഡ്യൂസ് ചെയ്താൽ റിഡക്ഷൻ കേട്ടോ. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ഓക്സിഡേഷനും കുറയുന്നത് റിഡക്ഷനുമാണ്. ഇനി ഏത് സബ്സ്റ്റൻസ് ആണോ ഓക്സിഡൈസ് ചെയ്യുക അത് അറിയപ്പെടുന്നതാണ് റിഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഓക്സിഡൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് റിഡ്യൂസിങ് ഏജന്റ് എന്നും റിഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഓക്സിഡൈസിങ് ഏജന്റ് വിളിക്കും. ഇനി ഇതിന് മറ്റു പേരുകളുണ്ട്. ഓക്സിഡന്റ്, ഇപ്പോൾ റിഡ്യൂസിങ് ഏജന്റിനെ റിഡ്യൂസർ എന്നോ അല്ലെങ്കിൽ റിഡക്ടന്റ് എന്ന് പറയാം. ഓക്സിഡൈസിങ് ഏജന്റിനെ ഓക്സിഡൈസർ എന്നോ ഓക്സിഡന്റ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റൂൾസ് ഫോർ അസൈനിങ് ഓക്സിഡേഷൻ നമ്പർ ആണ്. ഒരു ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് കാലം അറിഞ്ഞിരിക്കേണ്ടതുള്ളത് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു അൺനോൺ ആയ എലിമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമുക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റത്തെ റൂളാണ് ഇൻ ഫ്രീ സ്റ്റേറ്റ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ എലിമെന്റ്സ് ഷോൾഡ് ബി 0. അതായത് ഒരു എലിമെന്റ് ചാർജ് ഒന്നും ഇല്ലാതിരിക്കുകയാണ്. Cu, Zn, Na, H2, Cl2 അങ്ങനെ പറഞ്ഞ എലിമെന്റുകൾ പ്യുവർ സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഓക്സിഡേഷൻ പ്രക്രിയ 0 ആയിരിക്കും. ഇനി അത് ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇൻ കോമ്പൗണ്ട്സ് അവിടെ ഓക്സിഡേഷൻ നമ്പർ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇപ്പൊ ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ നമ്പർ കോമ്പൗണ്ടുകളിൽ -1 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഫ്ലൂറിന്റെ ഓൾവേസ് -1 ആയിരിക്കും. അതിനർത്ഥം ഹാലജൻസിന്റെ എല്ലാം -1 ആണെന്നല്ല. ഇപ്പൊ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ തുടങ്ങിയ ആളുകൾക്ക് ഈ -1 ആണ് കോമൺ ആയിട്ട് കാണിക്കുക. പക്ഷെ കൂടെ അവർ +7ഉം +5 ഒക്കെ കാണിക്കുന്നുണ്ട്, +3 ഒക്കെ കാണിക്കുന്നുണ്ട്, +1ഉം കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഓക്സിഡേഷൻ നമ്പർ കാണിക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ചാടിക്കയറി ഇവരൊക്കെ കണ്ടു കഴിയുമ്പോൾ നേരെ -1 എഴുതരുത്. നമ്മൾക്ക് എന്ത് ചെയ്യാം? അവർക്ക് മറ്റു ഓക്സിഡേഷൻ നമ്പർ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കാം. ഇനി ഓക്സിജന്റെ അത് കോമൺ ആയുള്ള ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. പെറോക്സൈഡുകളുടെ അത് ഓക്സിജൻ കോമൺ ആയിട്ട് -2 കാണിക്കുന്നു. പെറോക്സൈഡ് അകത്ത് -1 ആണ് കാണിക്കുക. ഓക്കെ, പെറോക്സൈഡ് മീൻസ് H2O2, അതുപോലെ Na2O2ന്റെ അകത്തൊക്കെ തന്നെ കാണിക്കുന്നത് -1 ആണ്. ഇനി സാധാരണ കോമ്പൗണ്ടുകൾ ഇപ്പൊ ഇവിടെ H2O,
CO2 തുടങ്ങിയിട്ടുള്ള എല്ലാ കോമ്പൗണ്ടിനകത്തും -2 ആണ് കാണിക്കുക. നോർമലായ കോമ്പൗണ്ട്സിനകത്തൊക്കെ -2 ആണ് കാണിക്കുക. സൂപ്പർ ഓക്സൈഡിൽ അതിന്റെ ഓക്സിജൻ നമ്പർ -1/2 ആണ്. സൂപ്പർ ഓക്സൈഡ് മീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ KO2 ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സൂപ്പർ ഓക്സൈഡ് ആണ്. ഇവിടെ ഓക്സിജൻ നമ്പർ -1/2 ആയിരിക്കും കേട്ടോ. ഇനി സ്പെഷ്യൽ ആയിട്ട് ഓക്സിജന് പോസിറ്റീവ് ഓക്സിജൻ നമ്പർ വരുന്ന 2 സ്ഥലങ്ങളുണ്ട്. അത് ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ്. കാരണം ഫ്ലൂറിൻ എപ്പോഴും -അല്ലേ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ എന്ത് കാണിക്കാം, പ്ലസ് കാണിക്കാനുള്ള പോസിബിലിറ്റി കൂടിയുണ്ട്. അപ്പോൾ OF2-നകത്ത് ഓക്സിജൻ +2 ഓക്സിജൻ നമ്പർ കാണിക്കുന്നു. ദെൻ O2F2-നകത്ത് +1 കാണിക്കുന്നുണ്ട്. ഇനി ഹൈഡ്രജൻ പൊതുവെ +1 ആണ് കാണിക്കുക. ഇനി ചില സ്ഥലങ്ങളിൽ അത് -1 കാണിക്കുന്നുണ്ട്. അതായത് S ബ്ലോക്ക് എലമെന്റുകളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ NaH അതുപോലെ CH2 തുടങ്ങിയ ആളുകളുടെ അകത്തൊക്കെ തന്നെ ഹൈഡ്രജൻ -1 ഓക്സിജൻ നമ്പർ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇനി എല്ലാ ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിജൻ നമ്പർ +1 ആണ്. ആൽക്കലി മെറ്റൽസ് നമുക്ക് പൊതുവെ ആവശ്യമുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെയാണ്. +1 ആണ് ഉള്ളത്. ആൽക്കലി എർത്ത് മെറ്റൽസ് ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ആളുകളൊക്കെ +2 ആണ് വരുന്നത്. ഈ ഹാലജൻസ് നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ ഹാലൈഡുകളുടെ അകത്ത് -1 ആണ്, പക്ഷെ അവർക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എലമെന്റുകൾ: ഫ്ലൂറിൻ, ഓക്സിജൻ, ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ്, ദെൻ ഹാലജൻസ് ഒക്കെ തന്നെ. പിന്നെ നമുക്ക് പലപ്പോഴും ഓക്സിജൻ നമ്പർ കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒരു കോമ്പൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് ടോട്ടൽ ഓക്സിജൻ നമ്പർ എപ്പോഴും 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക കേട്ടോ. ഇവിടെ ഇതിനകത്ത് പൊട്ടാസ്യത്തിന്റെ ഓക്സിജൻ നമ്പർ 2 ഉള്ളതുകൊണ്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ദെൻ Mn ഓക്സിജൻ നമ്പർ പ്ലസ് ഓക്സിജന്റെ ഓക്സിജൻ നമ്പർ × 4 = 0 ആണ് എടുക്കുന്നത്. കാരണം ടോട്ടൽ ഓക്സിജൻ നമ്പർ എപ്പോഴും എത്ര ആയിരിക്കും, 0 ആയിരിക്കും കേട്ടോ. ഇവിടെ 4 നമ്മൾ താഴെയാണ് എഴുതല്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇത് വേറെ ചാർജ് ഒന്നില്ലെങ്കിൽ നമ്മൾ ചാർജ് 0 കൊടുക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു അയോണുകളായിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും കണ്ടോ C2O4 ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാർബൺ ഓക്സിജൻ നമ്പർ പ്ലസ് ഓക്സിജൻ ഓക്സിജൻ നമ്പർ = എന്ത് കൊടുക്കണം, ഈ മുകളിലുള്ള ചാർജ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം കേട്ടോ. അത് -2 ആണ് ഇവിടെയുള്ളത് എങ്കിൽ -2 കൊടുക്കാം, പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കാം. ഓക്കെ. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ചില എലമെന്റുകളുടെ, അൺനോൺ ആയ എലമെന്റുകളുടെ ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടാൽ നോക്കാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ റൂളുകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു എലമെന്റ്, ഒരു ഗിവൺ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഇപ്പോൾ ഇവിടെ K2Cr2O അകത്തുള്ള ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, K2Cr2O നമുക്ക് എടുത്ത് എഴുതുന്നു. ക്രോമിയത്തിന്റെ ആണല്ലോ കാണുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ കണ്ടെത്താനുള്ള ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ X എന്ന് കൊടുക്കാം. ഇതിന് X എന്ന് കൊടുത്തു. ഇനി പൊട്ടാസ്യത്തിന്റെ ഓക്സിജൻ നമ്പർ എത്രയാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ് അല്ലെ, ആൽക്കലി മെറ്റൽസ് ആണ്. അതിന്റെ ഓക്സിജൻ നമ്പർ +1 ആണ്. ഇനി ഓക്സിജൻ പൊതുവെ -2 ആണ് കാണിക്കുന്നത്. ഇനി വേറെ ചാർജുകളൊന്നും തന്നെ ഇല്ല. അപ്പൊ ടോട്ടൽ ചാർജ് = 0 എന്ന് കൊടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, 1 × 2 പ്ലസ് ഇവിടെ X × 2 പ്ലസ് ഇവിടെ -2 × 7 = 0. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 + 2x -14 = 0. അപ്പൊ 2x - 12 = 0 വരും. സോ 2x = 12 ആണ്. x = 12/2, x = 6 എന്ന് ആൻസർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇതിന്റെ ഓക്സിജൻ നമ്പർ +6 ആണ് കേട്ടോ. +6 കൂടെ, ആ ഒരു പ്ലസും കൂടെ എഴുതി കഴിഞ്ഞാൽ നല്ലത്. അതുപോലെ നമുക്ക് ഇവിടെ ഫോസ്ഫറസിന്റെ ചെയ്ത് നോക്കുകയാണെങ്കിൽ H2P2O5 അല്ലേ. ഇവിടെ ഫോസ്ഫറസിൻ്റെ നമുക്ക് അറിയാത്തതുകൊണ്ട് X എന്ന് കൊടുക്കാം. ഹൈഡ്രജന്റെ നമുക്ക് അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, മെജോറിറ്റി കേസിൽ ഹൈഡ്രജൻ +1 ആണ് കാണിക്കുന്നത്, ഓക്സിജൻ -2 ആണ്. എങ്ങനെ വരും, 1 × 2 പ്ലസ് അല്ലേ, ഹൈഡ്രജന്റെ 1 × 2, ഫോസ്ഫറസിന്റെ X × 2 പ്ലസ് ഇവിടെ -2 × 5 = 0. അപ്പൊ എന്ത് വരും, 2 + 2x - 10 = 0 ആണ്. സോ 2x - 8 = 0 വരും അല്ലെ. 2 - 10 - 8 ആണ്. സോ 2x = 8, x = 8/2, x = 4 വരും. സോ ഫോസ്ഫറസിന്റെ ഓക്സിജൻ നമ്പർ എത്ര ഇവിടെ വന്നേക്കുന്നത്, +4 ആണ് കേട്ടോ. ഇതുപോലെ ഇത് രണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട് നിങ്ങൾ താഴെ കമന്റിൽ ഇടണം. H2SO4ന്റെ അകത്ത് S-ന്റെ എത്രയാണെന്ന് ഇടണം. അതുപോലെ തന്നെ KMnO4ന്റെ അകത്ത് M-ന്റെ ഓക്സിജൻ നമ്പർ എത്രയാണെന്ന് ഇടണം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് സ്റ്റോക്ക് നൊട്ടേഷൻ ആണ്. ഇതേ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് സ്റ്റോക്ക് നൊട്ടേഷൻ ചെയ്യുന്നത്. സ്റ്റോക്ക് നൊട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്റ്റോക്ക് നൊട്ടേഷൻ നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ മെറ്റലുകളുടെ ഓക്സിഡേഷൻ നമ്പേഴ്സ് ബ്രാക്കറ്റിൽ റോമൻ ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യുക. അതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ HAuCl4 ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇവിടെ
ഹൈഡ്രജൻ അത് +1 ആണ്, നമുക്കറിയാമല്ലോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാലജൻസ് പൊതുവെ -1 ആണ് കാണിക്കുക. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഇതിലൊക്കെ -1 കൊടുത്താൽ മതി കേട്ടോ. ഇതിനെ കണ്ടെത്തണം, എക്സ് എന്ന് കൊടുത്തു. എങ്ങനെ വരും? 1 + ഒരു ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ, 1 കിട്ടും. ദെൻ ഒരു എ യു അല്ലേ ഉള്ളൂ, എക്സ്. ദെൻ -1 × 4 = 0. ഇപ്പം എന്ത് വരും? 1 + x -4 = 0 വരും. സോ 1 - 4 എത്രയായി മാറും? 3 ആയി മാറും അല്ലേ? -3 വരും. സോ x = 3 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എച്ച് എ എഴുതിയതിന് ശേഷം ആ 3 നമ്മൾ എന്ത് ചെയ്യുക? റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റ് എഴുതാം. ദെൻ CL4 കേട്ടോ. അപ്പോൾ MnO കൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും? Mnന്റെ നമ്മൾ കണ്ടെത്തണം. അതിന് x എന്ന് കൊടുക്കുക, ഓക്സിജൻ -2. സോ x + -2 × 2 അല്ലേ? -2 2 പേരുണ്ട്, ഇവിടെ 0. അപ്പോൾ x - 4 = 0, x = 4. സോ നമ്മൾ എന്ത് ചെയ്യും? എമ്മിൻ്റെ ബ്രാക്കറ്റിൽ 4 എന്ന് എഴുതാം, റോമൻ ലെറ്ററിൽ എഴുതി കൊടുക്കാൻ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമുക്ക് വരുന്നത് തിരിച്ച് നമുക്ക് ഫോർമുല അവർ സ്റ്റോക്ക് റിഡക്ഷൻ വന്നിട്ടുണ്ട്, അവരുടെ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചില പോളി അറ്റോമിക് അയോണുകൾ, അപ്പോൾ അഥവാ SO4 ഒക്കെ ഓക്സിജൻ നമുക്ക് അറിയണം. സൾഫേറ്റ് എപ്പോഴും 2- ആയിട്ട് നിൽക്കുക, അതുപോലെ OH- ആണ്, CO3 2- ആണ്. ബേസിക്കലി ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആളുകളാണ്. ഇവിടെ പറഞ്ഞുള്ളത് നിക്കലും ഉണ്ട്, SO4 ഉണ്ട്, സൾഫേറ്റും ഉണ്ട്. ഇത് എത്ര എണ്ണം വീതം ഓരോന്നുണ്ടെന്ന് അറിയണം. നിക്കലിന്റെ ഓക്സിജൻ നമ്പർ 2 ആണ് അല്ലേ, +2 ആണ്. ദെൻ സൾഫേറ്റിന് -2 ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ 0 വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിക്കൽ ഒരെണ്ണം, SO4 ഒരെണ്ണം മതി, കുഴപ്പമില്ല. കാരണം ടോട്ടൽ ചാർജ് എപ്പോഴും 0 വന്നാൽ മതി. അപ്പോൾ നിക്കൽ സൾഫേറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. രണ്ടാമത്തത് ടിൻ ഓക്സൈഡ്. ടിൻ എന്ന് പറഞ്ഞാൽ SN ആണ്, ഓക്സൈഡ് എന്ന് വെച്ചാൽ ഓക്സിജൻ കിട്ടും. ഇനി തന്നിട്ടുള്ളത് ടിന്നിന്റെ ഓക്സിജൻ വന്ന് +4 ആണ്, ഓക്സിജൻ -2 ആണ്. ഇതെങ്ങനെ കണ്ടെത്തും? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇത് കാണാനായിട്ട് ഒരു മെത്തേഡ്. അതായത് ഇത് ഈ നമ്പർ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ചെയ്ത മെത്തേഡ്. അപ്പോൾ SN ഇവിടെ 2 വരും, ഓക്സിജൻ്റെ ഇവിടെ 4 വരും. ഇത് നമുക്ക് വേണമെങ്കിൽ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ SnO2 എന്ന് എഴുതാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. നമുക്ക് SN എന്ന് പറയുന്നത് +4 ആയിട്ട് നിൽക്കുന്നുണ്ട്, ഓക്സിജൻ -2 ആണ്. ഇത് +4 ആണെങ്കിൽ ഇവിടെ -4 വന്നാൽ മാത്രമേ നമുക്ക് ടോട്ടൽ 0 വരുള്ളൂ. ഇവിടെ -4 വരണമെങ്കിൽ 2 ഓക്സിജൻ വേണമല്ലോ. SnO2 അങ്ങനെ എടുക്കാം കേട്ടോ. അതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കഴിയും. ഇനി നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ലെഡ് ഡയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്തിട്ട് ലെഡ് സൾഫേറ്റും വാട്ടർ ഉണ്ടായുള്ള റിയാക്ഷനാണ്. ഓക്കെ, ഈ റിയാക്ഷൻ ചോദിച്ചിരിക്കുന്നത് സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്, സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ്, അതുപോലെ ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ റിയാക്ഷൻ എടുത്ത് എഴുതാം. ലെഡ് + ലെഡ് ഡയോക്സൈഡ്. ഞാൻ എൻ്റെ കൂടെയുള്ള സ്റ്റേറ്റുകൾ എഴുതുന്നില്ല, ജസ്റ്റ് സബ്സ്റ്റൻസ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് ഗിവ്സ് 2 ലെഡ് സൾഫേറ്റ് + വാട്ടർ, 2 വാട്ടർ. ഓക്കെ, ഇതിൽ നമുക്ക് ആ ഒരു ബാലൻസിങ് കണ്ടീഷന് കോയിഫിഷ്യൻസിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഒന്ന് എഴുതി വെക്കാം. ഇപ്പൊ ലെഡ് ഇവിടെ പ്യൂർ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, സോ 0 ആയിരിക്കും. ലെഡ് ഡയോക്സൈഡിന്റെ അകത്ത് ഇവിടെ ഓക്സിജൻ -2 ആണ്. സോ ലെഡിനത് കണ്ടെത്താം, എക്സ് കൊടുത്ത് കണ്ടെത്താൻ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? PbO2 എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിജൻ -2 കൊടുത്തു. അപ്പോൾ അത് ലെഡിനെ അറിയാത്തതുകൊണ്ട് എക്സ് കൊടുക്കുമല്ലോ. +-2 × 2 = 0. സോ x = 4 വരും. പിന്നെ ഞാൻ ഡയറക്റ്റ്ലി എഴുതും, നിങ്ങൾ ഇതുപോലെ കണ്ടെത്താൻ കേട്ടോ. ലെഡിൻ്റെത് +4 ആണുള്ളത്. ഇനി H2SO4 ഹൈഡ്രജൻ +1 ആണ്. SO4 മൊത്തത്തിൽ കൺസിഡർ ചെയ്താൽ മതി -2 കേട്ടോ. ഓരോന്ന് കൺസിഡർ ചെയ്യണം നിർബന്ധമില്ല. അതുപോലെ SO4 മൊത്തം ഇവിടെ -2 ആണ്. ലെഡ് +2 ആയിരിക്കും. വാട്ടറിൻ്റെ അകത്ത് പിന്നെ ഹൈഡ്രജൻ +1 ഓക്സിജൻ -2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് ആയിരിക്കാൻ നോക്കാം. ഇവിടെ ലെഡിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 നിന്നും എന്തായി മാറിയിട്ടുണ്ട്? +2 ആയി മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ആണ്. ഇൻക്രീസ് ചെയ്യുന്നത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ് എന്താ? ഓക്സിഡേഷൻ ആണ്. ഇനി ഇവിടെ ലെഡ് ഡയോക്സൈഡിന്റെ അകത്തുള്ള ലെഡ് +4 എന്തായി മാറിയിട്ടുണ്ട്? ഇവിടെ +2 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? റിഡക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ബാക്കി എല്ലാവരും ഓക്സിഡേഷൻ നമ്പർ സെയിം തന്നെയാണ്. ഇവിടെ +1, അതുപോലെ ഇവിടെ +1, ഇവിടെ അതുപോലെ തന്നെ -2, ഇവിടെ -2, എല്ലാം സെയിം തന്നെയാണ്. പിന്നെ വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്. അപ്പോൾ ഓക്സിഡൈസ് ചെയ്ത സബ്സ്റ്റൻസ്, ഫസ്റ്റത്തത് ഓക്സിഡൈസ് ചെയ്ത സബ്സ്റ്റൻസ് ആണ്, അത് ലെഡ് ആണ് അല്ലേ. ലെഡിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ്, ഏത് സബ്സ്റ്റൻസ് റെഡ്യൂസ് ചെയ്ത? ലെഡ് ഡയോക്സൈഡ് ആണ്. അത് മൊത്തം എഴുതണം കേട്ടോ. ഇവിടെ ലെഡ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, ആ ഒരു സബ്സ്റ്റൻസ് മുഴുവനായിട്ട് എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണോ റെഡ്യൂസ് ചെയ്ത് അയാൾ തന്നെയായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. സോ ലെഡ് ഡയോക്സൈഡ്.
ഈ ഒരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ ഇവിടെ ലെഡിനാണ് +4 നിന്ന് +2 ആയിട്ടുള്ളത്. പക്ഷെ അത് മാത്രം എഴുതിയാൽ പോരാ, ആ കോമ്പൗണ്ട് മൊത്തത്തിൽ എഴുതണം ആൻസർ ചെയ്യുമ്പോൾ. ഇനി റെഡ്യൂസിങ് ഏജന്റ് പറഞ്ഞാൽ ഓക്സിഡൈസ് ചെയ്ത ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. സോ ലെഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പലപ്പോഴും എക്സാമിന് ഇതൊക്കെ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ചോദിക്കാറുണ്ട്. ഇത് മാത്രമായിട്ടൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള വർഷങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നില് കോമ്പിനേഷൻ റിയാക്ഷൻസ്. അതിന് മുമ്പായിട്ട് എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ചുള്ള റിയാക്ഷൻസ് ആണ് എന്ത് റിഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തത് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഫസ്റ്റ് വൺ ആണ് കോമ്പിനേഷൻ റിയാക്ഷൻസ്. അതായത് ഇവിടെ രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എയും ബിയും കമ്പൈൻ ചെയ്ത് ആരുണ്ടാവുന്നു, സി എന്ന് പറയുന്ന ഒരാളുണ്ടാവുന്നു. അതാണ് കോമ്പിനേഷൻസ്. കമ്പൈൻ ചെയ്ത് പുതിയൊരാളുണ്ടാവുന്നു. ഇപ്പോൾ എക്സാമ്പിൾ C+O2 ഗീവ്സ് CO2. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാം ഇത് റിഡോക്സ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കാർബണിൻ്റെത് 0, ഓക്സിജൻ 0, പ്യുവർ സ്റ്റേറ്റിലല്ലേ ഉള്ളത്, അതുകൊണ്ട് അവർക്ക് 0 കൊടുക്കണം. ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് വരുമ്പോൾ ഇവിടെ ഓക്സിജൻ -2 ആണ്. സോ ഇത് മൊത്തം -2 × 2 -4 ആകും അല്ലേ. അപ്പോൾ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇപ്പുറത്ത് എത്ര വരണം, +4 വരണം. കാരണം ടോട്ടൽ ഓക്സിജൻ കൂടെ 0 വരണമല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചേ, ഇവിടെ കാർബണിൻ്റെത് 0 എന്ന് +4 ആയി. ഇപ്പൊ ഇൻക്രീസ് ഉണ്ടായി, അതുകൊണ്ട് നമുക്ക് ഓക്സിഡേഷൻ വിളിക്കാം. ഇവിടെ 0 എന്ന് -2 ആയി, ഡിക്രീസ് ഉണ്ടായി. സോ റിഡക്ഷൻ ആണ്. അപ്പൊ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഓക്സിഡേഷനും ഇത് റിഡക്ഷനും. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രം എഴുതി വെച്ചാൽ മതി. ഇനി ഡീകമ്പോസിഷൻ മീൻസ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ നേരെ തിരിച്ചാണ്. അതായത് ഒരാള് ബ്രേക്ക് ചെയ്തുകൊണ്ട് കമ്പോണന്റുകളായി മാറാം. അതാണ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടോ ഇതിന്റെ നേരെ തിരിച്ച്. ഇപ്പൊ ഒരു കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നിലധികം കമ്പോണന്റുകളായി മാറാം. അപ്പൊ ഇവിടെ പോലെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണം നമുക്ക്. അതായത് ഇവിടെ നൈട്രജൻ്റെത്, ഇവിടെ ഹൈഡ്രജൻ +1 ആണ്. അപ്പൊ എന്ത് വരും, മൊത്തം 3 വരും അല്ലേ. അപ്പോൾ ബാലൻസ് ചെയ്യണ ഇപ്പുറത്ത് -3 വരും. ഇനി ഇവിടെ നൈട്രജൻ ഒറ്റയ്ക്കാണുള്ളത്. അപ്പോൾ നൈട്രജൻ എത്ര ആയിരിക്കും, നൈട്രജൻ 0 ആയിരിക്കും. ഇവിടെ ഹൈഡ്രജൻ ഒറ്റയ്ക്കാണുള്ളത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, നൈട്രജൻ -3 നിന്ന് 0 ആയി, ഇൻക്രീസ് ആണ് ഉണ്ടായത്. സോ അത് ഓക്സിഡേഷൻ ആണ്. ഹൈഡ്രജൻ +1 നിന്ന് 0 ആയിട്ടുണ്ട്, അത് ഡിക്രീസ് ആണ് ഉണ്ടായത്, അത് റിഡക്ഷൻ ആണ്. ഓക്കെ, സോ ഇത് റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ എക്സാമ്പിൾ മാത്രം എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ നോക്കാം. അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുക വെച്ചാൽ കണ്ടോ, ഇതാണ് ഒരു ജനറൽ ഫോർമാറ്റ്. അതായത് ഇവിടെ X+YZ. അപ്പൊ ഇവിടെ X എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആണ്, YZ ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ എന്ത് ചെയ്തു, ഈ YZ-ലെ വൈനെ റീപ്ലേസ് ചെയ്ത് അവിടെ X കയറിയിരുന്നു കണ്ടോ. അതായത് വൈനെ പുറത്താക്കിയിട്ട് അവിടെ ആര് വന്നു, X വന്നു. അപ്പൊ XZ ആയി. അപ്പൊ X+YZ-ന്റെ അകത്ത് എന്ത് സംഭവിച്ചു, ഈ X ആരെ റീപ്ലേസ് ചെയ്തു, വൈനെ റീപ്ലേസ് ചെയ്ത് XZ ആയി, വൈ പുറത്തു വന്നു. അപ്പൊ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സിങ്ക് + കോപ്പർ സൾഫേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക, സിങ്ക് ഈ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വന്നു, സിങ്ക് വന്നു അല്ലേ. ഇത് സിങ്ക് സൾഫേറ്റ് + കോപ്പർ ആയി. ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ 3 പഠിച്ചു. ഇതൊക്കെയാണ് കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. 4ാമത്തെ റിഡോക്സ് റിയാക്ഷൻ ടൈപ്പ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എലമെന്റ് തന്നെ, അതായത് an element in one oxidation state is simultaneously oxidized and reduced. അതായത് ഒരു എലമെന്റ് തന്നെ അറ്റ് എ ടൈം ഓക്സിഡൈസ് ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. കാരണം ഇത് പെറോക്സൈഡ് ആണ്. പെറോക്സൈഡിന്റെ അകത്ത് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അതിനുശേഷം എന്ത് ചെയ്തു, ആ -1 എന്നുള്ള ഓക്സിഡേഷൻ നമ്പർ ഇവിടെ വാട്ടറിലേക്ക് വന്നപ്പോഴത്തേക്കും അത് -2 ആയി അല്ലെ. സാധാരണ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ തന്നെ -2 ആണ്. ഇത് ഓക്സിജൻ പ്യുവർ സ്റ്റേറ്റിലായതുകൊണ്ട് 0 ആയി. അപ്പൊ ഈ -1 എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്രീസ് ചെയ്ത് -2 ആയിട്ടുണ്ട്, അതായത് റിഡക്ഷൻ ആണ്. ഇനി ഇവിടെ -1 ഇൻക്രീസ് ചെയ്ത് 0 ആയിട്ടുണ്ട്, അത് ഓക്സിഡേഷൻ ആണ്. അപ്പോ ഇവിടെ കണ്ടോ, ഈ ഒരു എലമെന്റ് തന്നെയാണ് അറ്റ് എ ടൈം ഓക്സിഡൈസ് ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എലമെന്റ് തന്നെ അറ്റ് എ ടൈം, അതാണ് സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ, ഓക്സിഡൈസ് ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയപ്പെടുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പൊ നമുക്ക് 4 ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഉള്ളത്: കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ലാസ്റ്റ് വൺ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ.